നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വരരുചിയുടെ കഥയല്ലേ പറയുന്നത്. പറയിപ്പറ്റ പന്തിരുകുലം. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വരരുചിയും പഞ്ചമിയും മരിച്ചു. അല്പസമയത്തിൻ്റെ വ്യത്യാസം. മുൻപേ മരിച്ചത് പഞ്ചമി തന്നെ. അല്പം കഴിഞ്ഞപ്പോൾ വരരുചിയും മരിച്ചു. രണ്ടു പേർക്കും ശാപം കിട്ടിയതവരായിരുന്നു. പുഷ്പദന്തൻ എന്ന് പറയുന്ന ഗണകൻ്റെ, അതായത് ശിവസൈന്യം, ശിവൻ്റെ ഗണം, ആ ഗണത്തിലെ ഒരു ഗണനേതാവ്, ഗണനായകനായിരുന്നു പുഷ്പദന്തൻ. ശാപം കിട്ടി വരരുചി എന്ന ബ്രാഹ്മണനായിട്ട് ജനിച്ചു. അതിൻ്റെ കാരണം ശ്രീപാർവതി ദേവിക്ക് ചില വിദ്യാധരന്മാരുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു മഹാദേവൻ. അദ്ദേഹം നല്ലൊരു കഥികനാട്ടോ, കഥ പറയണതിൽ ബഹുസമർത്ഥന. പക്ഷെ ഒളിഞ്ഞു നിന്ന് കേട്ടു. ഇത് പാർവതി കണ്ടു, എന്നിട്ടാണ് ശപിച്ചത്. നീ ഭൂമിയിൽ ചെന്ന് ഒരു ജന്മം താമസിക്കണം എന്ന് പറഞ്ഞു. കൂടെ അദ്ദേഹം പാർവതി അപ്പോൾ ഒരു കാര്യം കൂടി ചെയ്തു. ഒരു സഹായത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വരഗുണ, അതാണ് വരരുചിയുടെ ഭാര്യയുടെ പേര്, വരഗുണയെ കൂടി ശാപം മൂലം ഭൂമിയിലെത്തിച്ചു. ഒരു പറയിക്കുടലിലെ ഒരു പെൺകുട്ടിയായിട്ട്. പിന്നീട് വിധിയുടെ ഒരു വിളയാട്ടം എന്നേ പറയാനുള്ളൂ. വരരുചി എന്ന മഹാബ്രാഹ്മണൻ ഈ പഞ്ചമി എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും അവർക്ക് 12 മക്കളുണ്ടാവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ ജന്മവും കഴിഞ്ഞു. അങ്ങനെ ജന്മം കഴിഞ്ഞ് തിരിച്ച് കൈലാസത്തിലെത്തി പുഷ്പദന്തൻ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പാർവതീദേവി നല്ല പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചു. പുഷ്പദന്ത, നിൻ്റെ ശാപമോക്ഷമൊക്കെ ആയി, ഇനിയിപ്പോൾ പണ്ടത്തെ കൂട്ട് ശിവഗണങ്ങളിൽ പെട്ട് സുഖമായിട്ട് ഇവിടെ താമസിച്ചോളൂ. അപ്പോൾ കൂടെ പഞ്ചമി ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ഈ പഞ്ചമി ആരാന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ വരരുചി ഇങ്ങനെ പകച്ച് നിന്നു. വരരുചിയല്ല, ഇപ്പോൾ പുഷ്പദന്തനായി. അതിങ്ങനെ പകച്ച് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പഞ്ചമിയുടെ രൂപം മാറി വരഗുണ തന്നെയായി, തൻ്റെ സ്വന്തം ഭാര്യ തന്നെയാണെന്ന് അപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്നത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ അച്ഛനമ്മമാരുടെ ആ സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. 12 കുട്ടികൾ 12 കുലങ്ങളിലാണ് ജീവിച്ചത്. ഓരോരുത്തരെടുത്തോണ്ട് പോകും. കടമ്പൂർ മനക്കലേക്ക് കൊണ്ടുപോയി അഗ്നിഹോത്രിയെ, പെരുന്തച്ഛനെ ഒരാശാരി കുടുംബം ഏറ്റെടുത്തു. പാക്കനാരെ പിന്നൊരു കൂട്ടര്, പറയിപ്പറ്റ പന്തിരകുലത്തിലെ കാരവത്തമ്മ, ഉപ്പുകൂറ്റൻ, അങ്ങനെ പലരും ഉണ്ട്. അവരൊക്കെ ഓരോരുത്തരും ഓരോ കുടുംബത്തിൻ്റെ പ്രതിനിധികളായിട്ട് വളരുകയാണ്. അതായത് ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കളായി ജനിച്ച് വ്യത്യസ്തമായ സാഹചര്യത്തിൽ വളർന്നതുകൊണ്ട് അവരൊക്കെ ആ ജാതികളിൽ പ്രഗത്ഭരായി തോന്നുന്നു. അതിലൊന്നും ജാതി വ്യവസ്ഥയിലൊന്നും യാതൊരു അർത്ഥമില്ല. അതൊക്കെ വളരുന്ന സാഹചര്യം എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒക്കെ കഴിഞ്ഞിട്ട് വരരുചി ഈ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് എല്ലാവരും ശ്രാദ്ധത്തിന് ഒത്തുകൂടാന്ന് തീരുമാനിച്ചു. പാകനാരും വരും, പറയനാരും വരും, ഉപ്പുകൂറ്റനും വരും, പെരുന്തച്ഛനും വരും, എല്ലാവരും വരും. അവരൊക്കെ വരുമ്പോൾ അവരെ കൊണ്ടൊക്കെ ശ്രാദ്ധം മുട്ടിക്കുന്നത് ഈ ബ്രാഹ്മണരാണ്. അഗ്നിഹോത്രിയോടുള്ള ഒരു ബഹുമാനം കൊണ്ട് മറ്റ് ബ്രാഹ്മണർ വന്നു. പക്ഷെ അവർക്ക് ഉള്ളാലെ മുറുപ്പുണ്ട്. ഈ പാറയനെയും പാകനാരെയൊക്കെ ഞാനിങ്ങനെ കൂട്ടേണ്ട കാര്യം എന്തിന് ഞങ്ങൾ ശ്രാദ്ധം, അത് അവർ പ്രകടമാക്കി പറയുകയും ചെയ്യും. പക്ഷേ അഗ്നിഹോത്രി പറയുക, അവരെൻ്റെ അനിയന്മാരല്ലേ, അവർ ജനിച്ചത് എൻ്റെ അമ്മ തന്നെ പ്രസവിച്ച കുട്ടികളല്ലേ, ഞങ്ങളുടെ എല്ലാം പിതാവ് ഒരേ ആളല്ലേ, വരരുചിയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട്. അഗ്നിഹോത്രിയുടെ ഇന്ന് ദക്ഷിണ മേടിച്ചുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് പതിവ്. അടുത്ത കൊല്ലം ഒരു തവണ പറഞ്ഞാൽ അടുത്ത വർഷം ശ്രദ്ധാവുമ്പോഴത്തേക്ക് ഞാൻ ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് ആരാണ് എൻ്റെ സഹോദരന്മാരുടെ മഹത്വം, വരരുചി എന്ന ബ്രാഹ്മണൻ്റെ മഹാത്മ്യം, മക്കളുടെ മഹാത്മ്യം ഞാൻ ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഭാരതപ്പുഴ ഒഴുകിപ്പോയി. ഒരുപാട് വെള്ളം ഒലിച്ചിറങ്ങി കടലിൽ പോയി. കാലം കഴിഞ്ഞു. വീണ്ടും അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് വെച്ച് വരരുചിയുടെയും പഞ്ചമിയുടെയും ശ്രാദ്ധം കൂട്ടുന്നതിന് മക്കളായ പറയിപ്പറ്റ പന്തിരുകുലം ഒത്തുകൂടി.
പന്തിരുകുലം ഒത്തുകൂടി കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവർക്ക് പറ്റണ പോലെ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരും. എല്ലാവർക്കും കിടന്നുറങ്ങാൻ പ്രത്യേകം മുറികളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സംവിധാനം അഗ്നിഹോത്രിയുടെ ഇല്ലത്ത്. ഇവരൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ റാന്തൽ വിളക്കും കൊണ്ട് വരരുചി ഇങ്ങോട്ട് പോകും. എന്നിട്ട് ഇവരോട് പറഞ്ഞു, ആരോട്? ഈ മഹാബ്രാഹ്മണരോട്. ഇവരെയൊക്കെ തൻ്റെ അനിയന്മാരെ ശ്രാദ്ധം മുട്ടിക്കുന്നതിന് വൈമനസ്യം കാണിക്കുന്ന ബ്രാഹ്മണരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഓരോ അനിയന്മാരും കിടക്കുന്ന മുറിക്കകത്ത് ചെറിയ അരണ്ട വെളച്ചത്തിൽ അവരെ എന്നെ തൊട്ടുകൊണ്ട് ഒന്നങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അഗ്നിഹോത്രിയെ തൊട്ടുകൊണ്ട് നാറാണത്ത് ഭ്രാന്തൻ നോക്കി. നാറാണത്ത് ഭ്രാന്തൻ നോക്കിയപ്പോൾ അകത്ത് കണ്ടതെന്താ? ഉപ്പുകൂറ്റം കിടക്കണ മുറിക്കകത്ത് ശംഖ്, ചക്ര, ഗദ, പത്മം. ശംഖ് പാഞ്ചജന്യം, മഹാവിഷ്ണുവിൻ്റെ പാഞ്ചജന്യം എന്ന ശംഖ്. ചക്രം സുദർശന ചക്രം. ഗദ കൗമോദകി എന്ന ഗദ. പത്മം താമര. 4 തൃക്കൈകളിലും ശംഖ, ചക്രം, ഗദ, പത്മം ഇവയോടുകൂടിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് നോക്കിയപ്പോൾ കണ്ടത്. ആ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായിരുന്നു ഈ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ എല്ലാ സഹോദരങ്ങളും. പിന്നീട് പാക്കനാരുടെ മുറിയിൽ പോയി നോക്കി. അഗ്നിഹോത്രിയെ തൊട്ടുകൊണ്ട് ആ മുറിയിലൊന്ന് എത്തി നോക്കി. അവിടെ കണ്ടതും മഹാവിഷ്ണു. പിന്നെ പെരുന്തച്ഛൻ്റെ മുറിക്കകത്ത് പോയി നോക്കി. അവിടെ കണ്ടതും മഹാവിഷ്ണു. പിന്നെ അങ്ങനെ പോയി ഇത് മറ്റ് സഹോദരങ്ങളെ ഓരോരുത്തരെയും കാരക്കലമ്മ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ കണ്ടു. എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ രൂപമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ ഈ പകൽ കാണുന്ന പോലെയല്ല, രാത്രിയാകുമ്പോൾ അവർക്ക് രൂപം വേറെയാണ്. അത് ഈ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇതാണ് മക്കളുടെ മാഹാത്മ്യം. വരരുചിയുടെ മക്കളെല്ലാം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്, അംശാവതാരങ്ങളാണ് എന്ന് അഗ്നിഹോത്രി ശ്രാദ്ധം കൂട്ടുന്നതിന് വൈമനസ്യം കാണിച്ച ബ്രാഹ്മണരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, കാണിച്ചു കൊടുത്തു. അതാണ് ഈ എപ്പിസോഡിലെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും ഒഴിയായി പറയും കഥയാണേ. അവർക്ക് അവരുടെ ആ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരം കണ്ട് ബ്രാഹ്മണരുടെ എല്ലാവിധ സംശയങ്ങളും മാറുകയും തികഞ്ഞ ഭക്തിയോടുകൂടി അവരെ ശ്രാദ്ധമൂട്ടിക്കുകയും അവരിൽ നിന്ന് ദക്ഷിണ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.